നമ്മൾ ഇതിനകത്ത് വെൽനസ് സ്പായെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ശ്രീകാന്തും ശ്രുതിയായിട്ടുള്ള സംഭാഷണത്തിന്റെ ഇടയ്ക്ക് ഇത് എങ്ങനെയാണ് സ്പാ തുടങ്ങുന്നത്, സ്പാ എന്നുള്ള കോൺസെപ്റ്റ് എവിടെ നിന്നാണ് തുടങ്ങിയത്, എന്താണ് സ്പായുടെ ട്രീറ്റ്മെന്റ്, ആക്ച്വലി ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഒരു സീനിൽ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇതൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് പോലെ ഇരിക്കുമാണ്. എനിക്ക് തോന്നുന്നു ആ കുറച്ച് സീനിൽ തന്നെ ആ കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ സാറയും ഡോക്ടറും കൂടെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ഇന്നതാണ് സ്പാ എന്ന് പറയുന്നത്, സ്പായുടെ ഒറിജിൻ ഇവിടെ നിന്നാണ്, സ്പാ എന്നൊരു കോൺസെപ്റ്റ് സ്പ്രെഡ് ആയത് ഇവിടെ നിന്നാണ്, ഇത് ഇങ്ങനെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്, നമ്മുടെ ട്രീറ്റ്മെന്റ് വൈസ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. അതിനപ്പുറം ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവില്ല. പിന്നെ ഈ പറയുന്ന പോലെ എന്തുകൊണ്ട് ഒരു സ്പായെ കുറിച്ച് പറയുമ്പോൾ ഡിസ്കംഫർട്ട് ഉണ്ടാവും അല്ലേ, അത് ഒരുപക്ഷെ മാധ്യമങ്ങളിൽ തന്നെ വരുന്ന വാർത്തകൾ കൊണ്ടായിരിക്കാം. ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന വാർത്തകൾ ഇപ്പോൾ യൂട്യൂബ് അടിച്ചു നോക്കിയാൽ സ്പാകളെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കിടക്കുന്നു. നാച്ചുറലി മീഡിയ വഴി വരുന്ന വാർത്തകളാണല്ലോ പബ്ലിക്കിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള വാർത്തകൾ പൊതു ഇടത്തിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു അപ്പോൾ ഇങ്ങനൊരു സ്ഥലമാണോ എന്നൊക്കെ ആൾക്ക് തോന്നുന്നത്. ചിലപ്പോൾ അത് തീർച്ചയായും മാധ്യമത്തിൽ വന്ന വാർത്തകൾ കൊണ്ടായിരിക്കാം. അത് എല്ലാ സ്ഥലത്തുമല്ല, ചില വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് നീനക്കുറിപ്പ് പറയുന്നുണ്ട്. പല സ്പായിലും അവർ പോകുന്ന സ്ഥലത്തെല്ലാം അവർ സ്പായിലുള്ള ട്രീറ്റ്മെന്റ് അല്ലാണ്ട് അവർ പല സ്പായിലും പോകാറുണ്ട്. അവിടെ ഒന്നും ഒരു ഭർത്താവ് വരാറില്ല. അപ്പം എന്തുകൊണ്ട് വരാറില്ല? അപ്പോൾ എല്ലാ സംഗതികളിലും പ്രൊഫഷണലായിട്ടുള്ള ചേരിതിരിവുണ്ട്. അങ്ങനെ വളരെ പ്രൊഫഷണലായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തേക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്പാ ഉണ്ട്. പുള്ളി വളരെ പ്രൊഫഷണലായിട്ട് സ്പായാണ്. അപ്പോൾ പുള്ളി പുള്ളിക്ക് മന്ത്ലി ഓൾമോസ്റ്റ് ഒരു 5 lakhs മാർക്കറ്റിങ്ങിന് വേണ്ടി ചിലവാക്കേണ്ടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പുള്ളി അഡ്വർടൈസ്മെന്റ് ഇടുന്നതിന് വേണ്ടിയിട്ടും മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും 5 ലക്ഷത്തിന് മുകളിൽ പൈസ ചിലവാക്കിയാൽ മാത്രമേ കസ്റ്റമേഴ്സിന് കിട്ടുന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അത്രയും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തന്നെ ആളുകൾ വരുന്നുണ്ട്. അത് ചില സ്ഥലങ്ങൾക്ക് പരസ്യ ആവശ്യമില്ല. മിഷൻ എനിക്ക് അൺകംഫർട്ടബിൾ എന്നുള്ള ഒരു പേര് കേട്ടോണ്ടാ, വാക്ക് കേട്ടോണ്ടാ നമുക്ക് എനിക്ക് തോന്നുന്നു ഹ്യൂമൻ ബീയിങ്സിനൊരു റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇന്ന ആള് ഞാൻ തന്നെ ശ്രീജ ദേഷ്യപ്പെടുമ്പോൾ എങ്ങനെയാണ് ഭയങ്കര ബോറാന്ന് പറഞ്ഞാൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല. എനിക്കും കുറച്ച് അൺകംഫർട്ടബിൾ ആവും അവിടെ. അതുപോലെ തന്നെ ഇപ്പൊ സ്പാല് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പെട്ടെന്ന് എല്ലാവരും അൺകംഫർട്ടബിൾ ആവും. അത് റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് എല്ലാവർക്കും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ സെക്സ് ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടുതലായിരിക്കും. സെക്സിനെ കുറിച്ച് അഡൽട്ട് കോമഡി പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പേഴ്സണൽ സ്പേസിൽ ഞാൻ ഇങ്ങനെയാണെന്ന് തുറന്ന് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകളുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ തോന്നി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതൊരു സോഷ്യൽ സെറ്റയർ സിനിമയാണ്. അതിനെ ഒരു എന്താ പറയുക, അഡൽട്ട് പടം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സംഭാഷണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അത് വിഷയം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടോ ആണ്. ഞാൻ ആദ്യം തൊട്ട് ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്തൊരു എറോട്ടിക് ആയിട്ടുള്ള സംഗതികൾ ചെയ്തൊരു സെറ്റയറാണ് എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെയാണ് ആ സിനിമയുടെ ഒരുപക്ഷെ ഒരു സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ഒരു എറോട്ടിക് മൂവി കാണാൻ പോകുന്നത് ഉള്ള സിനിമയല്ല. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ. അതിനെ എത്ര വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. അതിനൊരു സ്വാഭാവികമായിട്ടും കുറച്ച് നമുക്കൊരു അപ്സെറ്റ് ഒരു ഓക്വേർഡ് സാധനങ്ങളൊക്കെ ചില സ്ഥലത്ത് തോന്നാൻ മതി. ചിലപ്പോൾ അതുകൾ ചിരിക്കാം, ചിലപ്പം തലയിൽ കൈവയ്ക്കാമെന്ന് ഞാനിങ്ങനെ പറയുന്നു. പക്ഷെ അതൊരു അൺപ്രൊഫഷണൽ സ്ഥലമായതുകൊണ്ട് അതങ്ങനെ കാണിച്ചു മാത്രം. ഞാൻ പറയുന്നത് 2-3 സീനുകളിൽ മാത്രമേ ഇങ്ങനെ ഉള്ളൂ. ആളുകൾ ഇതിന് റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇതിങ്ങനെ ക്യാരക്ടർ വരുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ക്യാരക്ടർ വന്നു, ഇത് ചെയ്യുന്നു, ഇത് ക്യാരക്ടർ വരുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ സിനിമ വന്ന് ഇത് തന്നെ ഇങ്ങനെ വന്ന് സിനിമ തീർന്നു. ഒരു 10-12 പേര് വന്നിട്ട് ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അയ്യോ സിനിമ തീർന്നു, എന്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ അങ്ങനെയല്ല. അത് 2-3 ക്യാരക്ടേഴ്സ് കൃത്യമായിട്ട് ഇന്ന ഇടവേളകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു റിവ്യൂ, അദ്ദേഹത്തിൻ്റെ റിവ്യൂ എനിക്ക് ഇഷ്ടമാണ് കാണുമ്പോൾ. ഒരു ഹ്യൂമറസ് ആയിട്ട് പറയാനുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു സിദ്ധാർത്ഥം വരുന്നു എന്തോ പറയുന്നു, ഇതൊരു ഫിലോസഫിക്കലായിട്ട് എന്തോ പറയുന്നു. ഫിലോസഫി ഒന്നും അല്ല, അതിനകത്ത് ആകെപ്പാടെ 2 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഒന്ന് പറഞ്ഞത് ഒരു സിനിമയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് പുള്ളിക്ക് പറഞ്ഞു കൊടുക്കുക. പലതരത്തിലുള്ള സ്ട്രക്ചറുണ്ട്. ഒരു 3 ആക്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് മാത്രമല്ല, പലതരത്തിൽ അങ്ങനെ ഒരു സ്ട്രക്ചറിന് ഫോളോ ചെയ്യണമെന്നില്ല. ഒരു വളരെ
ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾക്ക് കണ്ട് പരിചയമുള്ള സിനിമ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു 3 ആക്ട് സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു ഫിലിം റിവ്യൂ പറയുന്ന ആൾക്ക് തീർച്ചയായും അത് ഈസി ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്തോ ഫിലോസഫി പറഞ്ഞതാണ്. പിന്നെ അതിനകത്ത് അദ്ദേഹം പറയുന്നത് 5 ക്യാരക്ടേഴ്സ്, ഒരു കഥാപാത്രം എങ്ങനെ പെരുമാറണം, 5 Ws ആണ് പറയുന്നത്. 5 Ws എന്ന് പറഞ്ഞാൽ അപ്പോൾ അറ്റ്ലീസ്റ്റ് അങ്ങനെ കേട്ടിട്ടില്ലെങ്കിലും ഒരു ഫിലിമിൻ്റെ ഒരു ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ആണല്ലോ. അത് രസമുണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞു എന്തൊരു പറയുന്നു, അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഫിലോസഫി പറയുന്നതാണ് പറഞ്ഞത്. അത് ചിലപ്പം അദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും അത് രസകരമായിട്ട് ആഗ്രഹിക്കാൻ തോന്നിയത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ റിവ്യൂവിൽ അദ്ദേഹം ഉടനീളം ചിരിച്ചോണ്ടിരിക്കും. നിങ്ങളിടുന്ന പേരല്ലേ? അല്ല, പൊതുവെ കമന്റ് ബോക്സുകളിൽ അങ്ങനെ വന്നു. ഞാൻ കണ്ടില്ല. ടോർച്ചറിങ് സ്റ്റാർ എന്നൊരു പേര് എനിക്കറിയില്ല, നല്ല പേരാണ്. ഇങ്ങനൊരു ക്യാരക്ടറിനെ കുറിച്ചാണെങ്കിൽ ഇപ്പോഴും ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുക, കുറച്ച് മുമ്പ് ശ്രുതി പറഞ്ഞതുപോലെ നമുക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അവിടെ ഓഫ് കോഴ്സ് നമ്മൾ ഡയറക്ടർ ആരാണെന്ന് നോക്കും, തിരക്കഥയെ കുറിച്ചിട്ടുള്ള ഒരു കൺസേൺ, എത്രമാത്രം നമുക്ക് ബ്രീഫ് കിട്ടുമെന്ന് നോക്കും. അവിടെ എനിക്ക് എൻ്റെ ഉള്ളിലെ ഞാനൊരു നടനാവുന്നത് ബ്രിഡ് ഷൈനിലൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷൈനിനെ വിളിക്കുന്നു, ഞാൻ ചെല്ലുന്നു, ബ്രീഫ് കിട്ടുന്നു. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത് അതിലൊരു സാധ്യതയുണ്ട്, സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് വർക്കൗട്ട് ആയതുകൊണ്ടാണ് ഈ പറയുന്ന ജാർഗൻസ് ഒക്കെ ചേർക്കപ്പെടുന്നത്. അതിലെപ്പോഴും ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ കോംപ്ലിമെന്റ്. ഈ ഒരു സിനിമയ്ക്കാണ് ഈ അടുത്ത കാലത്ത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വീണ്ടും റിവ്യൂവർ വന്നതിന് ശേഷം ഒരു 3-ാം ദിവസം നമ്മൾ വീണ്ടും ആ സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംവിധായകൻ ഉണ്ടാവുന്നത്. മലയാളത്തിൽ വേറെ എവിടുത്ത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ചോദിക്കൂ ഞാൻ പറയാം എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു സംവിധായകൻ എനിക്കറിയില്ല. അതിൻ്റെ കാരണം കൂടി ഷൈൻ പറഞ്ഞല്ലോ. ഇതൊരു അഡൽട്ട് കോമഡി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും റിവ്യൂ പറയുന്നിടത്ത് നമുക്ക് കാണാം പല ആൾക്കാരും റിവ്യൂ ഉണ്ടാകുകയാണ്. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ നല്ല രസമുള്ള റിവ്യൂസ് പറഞ്ഞവരുടെ അവരുടെ റിവ്യൂവിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ സിനിമയെ പറ്റി അഭിപ്രായം ഇതെന്തോന്ന് ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും അങ്ങനെ ചോദിക്കുന്നവരുടെ എണ്ണം കൂടിയാൽ എബ്രിഡ് ഷൈൻ്റെ സിനിമ സക്സസ് ആയി നടത്തും. എബ്രിഡ് ഷൈൻ്റെ സിനിമ സംസാരിക്കുന്ന അതാണ്. പകൽമാന്യന്മാരെ കുറിച്ചും രാത്രി 11 കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആയതിനു ശേഷം കാണിക്കുന്ന തമാശകളില്ലേ അല്ലേ? നമുക്ക് വീടിന് ബെഡ്റൂമിലേക്ക് കയറിയാൽ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കണമെന്ന് പറയാം. നീ കല്യാണം കഴിച്ചോ? ഇനി നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാൻ മറന്നാൽ നമ്മളോട് നമ്മുടെ ഭാര്യ പറയും ഞാൻ ധൈര്യമായിട്ട് പറയല്ലേ അല്ലേ? ബെഡ്റൂമിലേക്ക് കയറിയോണ്ടാൽ ലൈറ്റ് ഓഫ് ആക്കാൻ പറയുന്ന ഭർത്താക്കന്മാർ നമുക്കുള്ളത് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ളത് അല്ലേ? നിനക്കറിയില്ല, സോറി നീ ഇതറിയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സിനിമ ഡിസ്കസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ പ്രിറ്റൻഷ്യസ് ആയിട്ടുള്ള പറഞ്ഞല്ലോ മാസ്ക് വെച്ചിട്ടുള്ള കുറേയേറെ സ്ത്രീകളാണ്. അവരുടെ പ്രൊഫഷൻ എടുത്ത് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഞാനിന്ന് ബ്രിഷനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആദാമിന്റെ ഭാര്യയിൽ നിന്നൊരു ഗംഭീര സിനിമ മലയാളത്തിൽ വന്നിട്ടുണ്ട്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർക്കുന്നുണ്ടോ? 4th വാൾ പൊളിച്ചു പോകുന്ന നായികമാരാണ് സിനിമയിൽ. ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഫിലിമാണത്. ആ സിനിമയുടെ ക്ലൈമാക്സ് അങ്ങനെയാണ്. അപ്പോൾ ഈ സിനിമയിൽ വളരെ ബോൾഡായിട്ട് വളരെ ധൈര്യമായിട്ട് ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? അഡൽട്സ് ഓൺലി സിനിമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ അനൗൺസ് ചെയ്തിട്ട് മേജർ രവി അപ്പോൾ ഒരു സംവിധായകൻ അമിതാഭ് ബച്ചനെ വെച്ച് പടം ചെയ്തിട്ടുള്ള ആളാണ് മേജർ രവി. ഓഫ് കോഴ്സ് അതിനൊക്കെ ശേഷം ദിനേശ് പ്രഭാകർ ഓഫ് കോഴ്സ് ഇവിടെ വരാത്തവരുടെ ആൾക്കാരുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ മറ്റു പടങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു സിനിമയുടെ പ്രൊമോഷൻ, അതിനുശേഷം അതിന്റെ റിവ്യൂ, അത് കഴിഞ്ഞിട്ട് പ്രസ് മീറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വന്നോടെ ധൈര്യമായിട്ടിരിക്കുക. ഒരു 10 വർഷം സങ്കല്പിക്കാൻ പറ്റുമോ? അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ പടത്തിന്റെ ആഗ്രഹം തരുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് വിഷയമാണെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളൊക്കെ വളരെ ഒരു രീതിയിലും മറ്റു രീതിയിലും നമ്മൾ പ്രിറ്റൻഷ്യസ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സിനിമ ഉണ്ടാവേണ്ടി വരുന്നത്, ഇങ്ങനത്തെ സബ്ജക്ട് ഡിസ്കഷൻ ആവുന്നത്. എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഒരിടത്തും ഈ സ്പൈയെ ബേസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലൊരു സിനിമ ഉണ്ടായിട്ടില്ല. ചില കുറേയേറെ പേരുടെ സ്പെക്കുലേഷൻസ് ഉണ്ട്, മുൻവിധികളുണ്ട്, മുൻധാരണകളുണ്ട്. എന്നാൽ അവർക്ക് അവരുടെ ഉള്ളിലേക്ക്, എനിക്ക് പേഴ്സണലി പോലും നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാൻ പറ്റി ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്നെനിക്ക് കൂടി പേഴ്സണലി ആലോചിക്കാൻ പറ്റി ഈ സിനിമയെ പറ്റി. ഈ സിനിമയുടെ ഡിസ്കഷൻ കഴിഞ്ഞ് ഇതിന്റെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ പോയിരുന്നു ആലോചിച്ചു. മറ്റൊരു സിനിമയ്ക്ക് ഇത്രയും ഡിസ്കസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു സിനിമ നേരത്തെ ഷൈൻ പറഞ്ഞതുപോലെ ഒരു സിനിമ കഥ നമ്മൾ പറഞ്ഞു പോയി. ഞാനും 10-50 പടങ്ങളിൽ ചെറിയ ചെറിയ റോളുകൾ അഭിനയിക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എനിക്ക് പുതിയതാണ്. അപ്പോൾ അങ്ങനെ ഭയപ്പെടുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഭയപ്പെട്ടാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞ് ചുരുങ്ങി വന്നാൽ നിങ്ങളിതൊന്നും ആയിരിക്കില്ല ഇടുകയെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യം പറഞ്ഞ സാധനങ്ങൾ ഇടുക. എന്നാലും ഞാൻ പറയാണ്, ശരിക്കും നമുക്ക് എന്താ പറയുക, ഒരു പെർഫോമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക, അതിന് കിട്ടിയ അപ്രീസിയേഷൻ ടോർച്ചറിങ് സ്റ്റാർക്ക് രണ്ടാമത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെ വിളിച്ചത് നീ ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ്. ഞാൻ നീ കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കുക.
നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ട്. പറഞ്ഞല്ലോ, ഡോക്ടറായിട്ട് ഞാൻ വരുന്നു, ഡോക്ടറായിട്ട് വന്നിട്ട് ഞാൻ ഉള്ളിൽ ചെല്ലുമ്പോൾ എൻ്റെ ഉള്ളിലെ ഡിസൈറാണ് ഞാൻ പറയുന്നതെങ്കിൽ ഡോക്ടർ സാർ പറഞ്ഞതുകൊണ്ടാണ്. ഡോക്ടർ എന്ന് പറഞ്ഞല്ലോ, ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിവേസ്, എനിക്ക് ഡോക്ടർ അല്ലെങ്കിൽ വക്കീല് അല്ലെങ്കിൽ പോലീസ് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറെ കാലമായിട്ട് ക്ലീഷേഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി ബ്രിഡ് ഷൈൻ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരാളെ വിളിക്കുമ്പോൾ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതാണ്. മറ്റുള്ള ആൾക്കാരൊക്കെ ബ്രിഡ് ഷൈൻ സംവിധാനത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് അവരൊക്കെ എത്തിയതെന്നാണ് ഞാനും എന്നോട് ഒരു പറഞ്ഞത്. ചോദ്യത്തിൽ ഞാൻ മാറിപ്പോയല്ലോ. ഇതാണ് എനിക്ക് പറയാൻ പറഞ്ഞു. ഓക്കെ, ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മൾ സ്പായിൽ വേറൊരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ, ഫ്രം ദ ഫീമെയിൽ സൈഡ് ഓഫ് പെർസ്പെക്റ്റീവ്, നമ്മളൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ ഇത്രത്തോളം ഒരു 12-13 ക്യാരക്ടേഴ്സ് സ്പായിലേക്ക് വരുന്നു. ഇവിടുത്തെ ഈ പെണ്ണുങ്ങൾ, ഇവിടെ ജോലി ചെയ്യുന്ന, ഈ സ്പായിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങൾ, അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. അതായത് ചിലർ വന്ന് ചോദിക്കുന്നു ഹാപ്പി എൻഡിങ് ഓർ നോട്ട്, അങ്ങനെ ചോദിക്കുന്നു. ചില മസാജ് ചെയ്യുന്ന പെൺകുട്ടികൾ ഡിസൈഡ് ചെയ്യുന്നു ഓക്കെ ശരി, അല്ലെങ്കിൽ ചിലർ ഡിസൈഡ് ചെയ്യുന്നു പറ്റില്ല സർ, ഞാൻ കംഫർട്ടബിൾ അല്ല. ടുവേർഡ്സ് ദി എൻഡും നമ്മുടെ ഇപ്പോൾ റിലേഷൻഷിപ്പ്, ഓക്കെ, മാതച്ചായൻ്റെയും പിന്നെ റിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു റിലേഷൻഷിപ്പ്, ഞാൻ പറയാം ഓക്കെ, അത് വിട്ടോളൂ. ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഈ സ്പായില് ഈ പെണ്ണുങ്ങൾക്ക് ആണ് അൾട്ടിമേറ്റ് പവർ. അതായത് ഇവൻ ഒരു 20 years ago ഒന്നുകൂടെ വിശദീകരിക്കാം. ശ്രുതി പലപ്പോഴും പറഞ്ഞു വരുന്നത് മറ്റേ പത്രസമ്മേളനത്ത് ശ്രുതി ഇങ്ങനെ ഇരുന്നിട്ട് ഒരു മസാജ് എടുത്താൽ നമ്മൾ മാറിപ്പോകും എന്ന് പറഞ്ഞൊരു സാധനമില്ല, മൊത്തം വൈറലായി. നിങ്ങളൊരു മസാജ് എടുക്കൂ, അത് കഴിയുമ്പോൾ നിങ്ങൾ ഷേപ്പ് തന്നെ മാറിപ്പോകുന്ന ശ്രുതി ഒരു അടിയടിക്കും. അതെന്ത് ഷേപ്പ് മാറിപ്പോകുന്നു? നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇരിക്കുമ്പോൾ നമ്മുടെ സ്പൈൻ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്. യഥാർത്ഥമായിട്ട് ആസ് എ ഹ്യൂമൻ ബീങ് നേരെയാണ് ഇരിക്കേണ്ടത്. പക്ഷേ ബിക്കോസ് ഓഫ് ആ ജോബ് ചിലവർ കമ്പ്യൂട്ടേഴ്സിൽ ഫുൾ ടൈം ഇരുന്ന് അവരുടെ സ്പൈൻ കേടാവും. എൻ്റെ മദർ ഇൻ ലോ ഹാസ് സ്കോളിയോസിസ്. ഇതൊക്കെ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത്? മുഴിച്ചു ഓവർ ദ ഇയേഴ്സ്. അതെ, അത് ജസ്റ്റ് ഒന്ന് സ്പൈനിൽ പോയിട്ട് മസാജ് ചെയ്തിട്ടല്ല, അതിനെ യു ഹാവ് ടു ഗോ ടു എ ഡോക്ടർ, ആയുർവേദിക് മസാജ്. ലൈക്ക് ഐ സെഡ്, അന്ന് ഞാൻ പറഞ്ഞില്ലേ സർ, അതാണ് എനിക്ക് കുറെ പേര് അയച്ചു, നീ മസാജ് ചെയ്ത ഷേപ്പ് മാറുന്നാണല്ലോ നിങ്ങളുടെ ശ്രുതി പറയുന്നത്, അത് എങ്ങനെ ഷേപ്പ് മാറുന്നെന്ന് ചോദിച്ചു. സർ, ഇതാ കമന്റ് അടിച്ച പോലെ ആയിപ്പോയി, ഒന്നും കാണാതെ ഒന്നും അറിയാതെ വെറുതെ പറയുന്നേ. ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് അവർ മനസ്സിലാക്കാതെ അതൊരൊറ്റ പോയിന്റ് എടുത്ത് ചോദിച്ചാൽ ഞാനിപ്പോൾ എന്താ പറയുക? ഞാൻ പറഞ്ഞു നമ്മുടെ ക്യാമറമാൻ ആയാലും ശരി, നിങ്ങൾ എത്ര ഇന്റർവ്യൂസ് ചെയ്യും, ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കും, സാറും ഇരിക്കും, ഞാനും ഇരിക്കും. അപ്പോൾ നമ്മുടെ ബോഡി അത് യൂസ് ടു ആയിട്ട് ചിലപ്പോൾ ക്രുക്കിടാവും, ചിലപ്പോൾ അവിടെ വേദനിക്കും, ഇവിടെ വേദനിക്കും. 40 വയസ്സായ മുകളിൽ എല്ലാവർക്കും കുറച്ച് വേദന അവിടെ കൊണ്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ മസാജ് എടുത്താൽ ആ വേദന പോവും. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ഭയങ്കര സുഖമുള്ള പരിപാടിയാണ് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതിൽ കുറച്ചെങ്കിലും സുഖം അനുഭവിക്കുന്ന ആൾക്കാർ ആക്ടേഴ്സാണ്, ബാക്കിയുള്ളവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട്. പിന്നെ നമ്മൾ തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന ജോലി ചെയ്യാൻ ഓക്കെ ആണോ, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ ഓക്കെ ആണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം ആ ക്യാരക്ടേഴ്സും അവരും ആലോചിച്ച് തീരുമാനം, അവരത് ചെയ്യാൻ ഓക്കെ ആണോ അല്ലയോ എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് അവർ ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടറിൻ്റെ ഇത് ഞാൻ സഹിച്ച് ഇരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എൻഡിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. മറ്റു പല ക്യാരക്ടേഴ്സും അതുപോലെ അവരുടെ നോ ആണെങ്കിൽ നോ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അതിപ്പോൾ എല്ലാ തൊഴിലുകളിലും ഉള്ളതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞ് നമ്മൾ അഡൽട്സ് ആണ്, നമ്മൾ ഈ ജോലി ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് വരുന്നത്. അതൊരു പോയിന്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ ക്യാരക്ടേഴ്സിൻ്റെയും തന്നെയാണ്. നമ്മൾ സ്പാ മൂവി കണ്ടു കഴിഞ്ഞാൽ ഈ സ്പായിലേക്ക് പോകാനായിട്ട് ഇതാണോ സ്പാ എന്ന് വിചാരിക്കും എന്ന് പറഞ്ഞു ആളുകൾ. അത് നമ്മുടെ പരിപാടിയല്ല, നിങ്ങളുടെ ഇഷ്ടമാണ് സ്പായിൽ പോവാതിരിക്കുക എന്നുള്ളത്. ഇത് എബ്രിഷൈൻ്റെ സ്പായാണ്. അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷനിൽ അദ്ദേഹം മേക്ക് ചെയ്ത സിനിമാറ്റിക് സ്റ്റൈലുള്ള ഒരു സ്പായാണ്. എനിക്ക് പറയാനുള്ളത്, ബിജു ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത് പുല്ലേ എന്ന് പറയുന്നതാണ് പോലീസ് സ്റ്റേഷൻ എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. പെട്ടെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഇങ്ങനെയല്ലല്ലോ പോലീസ് സ്റ്റേഷൻ എന്നാണ് 1 വീക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതല്ല ഞങ്ങൾ കണ്ട പോലീസ് സ്റ്റേഷൻ, ഇങ്ങനെയല്ല. പക്ഷെ അത് എബ്രിഷൈൻ്റെ പോലീസ് സ്റ്റേഷനായിരുന്നു, അത് എബ്രിഷൈൻ്റെ വേർഷനായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ കണ്ടു വളർന്ന അതല്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്. എബ്രിഷൈൻ്റെ വേർഷനിലുള്ള സ്പായാണ്, കോമഡിയാണ്, ഫിക്ഷനാണ്. ദാറ്റ്സ് ഇറ്റ്.